അങ്ങനെയോ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വഴി കാണാം. ഞങ്ങൾ മാത്രമല്ല സൈഡിൽ കൊണ്ടേക്കണേ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ വെള്ളം ചുക്കെള്ളം വേണോ? സ്ഥലാണ്. ഞങ്ങളൊക്കെ പറയും എന്തിനാ ഇങ്ങനെ വിചാരിച്ച് നടക്കണേ. ആ പിന്നെ നമ്മളിപ്പോ എന്താ പരുന്തുംപാറയോ അഞ്ചാം പാതിര അങ്ങനെ എന്തൊരു പേര് നോക്കട്ടെ. ഇവിടെ കറക്റ്റ് പറഞ്ഞതാ ഈ റോഡിലെടുത്ത് തന്നെ. ആ അതന്നെ, അതൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളപ്പോ അവിടെയാണ്. ഇതാ അടുത്തത് വെള്ളം എടുത്തിട്ടുണ്ട്. എല്ലാവരും വെള്ളം റീഫിൽ ചെയ്യുന്നുണ്ട്. പെപ്സി ആയി. പിന്നെ അടുത്തന്നെ ഇറങ്ങാൻ ചേറായി ബീച്ചിലോട്ടാണ് ഇനി. അവിടെ നേരെ ആലുവയിൽ നിന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വേണം അടുത്ത സ്പോട്ടിലോട്ട്, എറണാകുളം. അപ്പൊ ബൈ, വഴിന്ന് കാണാം.
നമ്മള് ചേറായ ബീച്ചിലേക്ക് കുരങ്ങിനെ പോലെ ഉണ്ടാവും. എന്ത് ബീച്ചായിരുന്നു? എന്ത് ബീച്ചായിരുന്നു? എന്ത് ബീച്ചായിരുന്നു? ചെറായി. പോവാം. സോ നമ്മൾ ചെറുതായിട്ടൊന്ന് വിശപ്പ് മാറ്റിയിട്ട് ചേറായി ബീച്ചിലോട്ട് പോവാണ്. സോ ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്ന് കാണാം. ബൈ. നല്ല ആളുണ്ടല്ലോ, നല്ല വലിപ്പുണ്ടല്ലോ. മഴക്കാലാകുമ്പോ ഈ റോഡ് മുങ്ങും തോന്നുന്നു. അതാ പറഞ്ഞ മഴക്കാലാകുമ്പോ ഏറ്റവും വലിയ ബീച്ച് എന്താ പറയാ, ഇതിന് ഇടയ്ക്ക് റോഡ് ഉണ്ടാക്കിയ പോലെ അല്ലേ ഇത്? ഇടയ്ക്ക് ഞങ്ങളവിടെ ഉണ്ടാക്കിയ പോലെ പൊക്കിയിട്ട് റോഡ് ഉണ്ടാക്കിയതാ. എപ്പോഴും വിജിലന്റ് ആയിരിക്കും. ഫ്രൂട്ട്സ് ഫ്രഷ് ജ്യൂസ്. അതോടെ ഫ്രൂട്ട്സ് നമ്മൾ എത്തിയിരിക്കുന്നത് ചെറായി ബീച്ചിലാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയ ബീച്ച് എന്ന് പറയപ്പെടുന്ന ചെറായി മുനമ്പം ബീച്ചാണ്. ഇപ്പോൾ ചെറായി മുനമ്പം ബീച്ചിൻ്റെ നട്ടുച്ച കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഇത്രയും ഇനി അടുത്തതായി നമുക്ക് പോകാനുള്ളത് ശ്യാമേട്ടൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ സഹപ്രവർത്തകയുമായിരുന്ന ടീച്ചറുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. അറിയാം, സന്തോഷം. ഇതിന് ചോയുണ്ട്. കിച്ചുവിന് പിടിക്കാനുള്ളതൊക്കെ ഉണ്ടോ? പുഴലിന് നല്ല മത്തുണ്ട്. പുഴലിന് തീ പിടിച്ചാണ്. അത് ഇഷ്ടിയാൻ്റെ ഞങ്ങളുടെ യാത്രയിൽ പിന്നീട് പോയത് എൻ്റെ കസിൻ ഹൃദയയുടെ വീട്ടിലേക്കാണ്. അതിൻ്റെ ശേഷം ഞങ്ങൾ ജിത്തുവിൻ്റെ കൂട്ടുകാരൻ മിഥുൻ നേഹ ദമ്പതികളുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഒരു മോളുണ്ട് നയന. അവളുടെ കളികളൊക്കെ കണ്ട് അവളോടൊപ്പം കളിച്ച് കുറച്ച് സമയം ചിലവഴിച്ചു. പിന്നീട് അവിടെ കിച്ചുവിന് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. അത് മിഥുൻ കാണിച്ചു കൊടുക്കുകയും നമ്മുടെ കിച്ചുട്ടൻ അത് കളിച്ച് രസിക്കുകയും ചെയ്തു. മാത്രമല്ല അവിടെ മിഥുൻ്റെ കയ്യിൽ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു വണ്ടികളുടെ. വലിയ ആളുകളായാലും മനസ്സിൽ ബാല്യം സൂക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മിഥുനെ തോന്നിയത്. അതിനുശേഷം ഞങ്ങൾ അവരോടൊപ്പമാണ് ലുലു മാളിലേക്ക് യാത്ര തിരിച്ചത്. അവിടെയുള്ള കാഴ്ചകളെല്ലാം ആസ്വദിച്ച് പിന്നീട് അവിടെ നിന്ന് നമ്മുടെ ജിത്തുവിൻ്റെ മറ്റൊരു കൂട്ടുകാരൻ രാജൻ എന്ന വിളിപ്പേരുള്ള ഗോകുൽ രാജിനെ കണ്ടു. അവനോടൊപ്പം കുറച്ച് സമയം സംസാരിക്കുകയും അതിനുശേഷം ഞങ്ങൾ അവിടേക്ക് ഒന്നുകൂടി ചുറ്റി കണ്ടതിന് ശേഷം തിരിച്ചു പോരുകയും ചെയ്തു. പോരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നീട് ഞങ്ങളുടെ റൂമിലേക്ക് യാത്ര ഇരിക്കുകയാണ് ചെയ്തത്. നമ്മുടെ സ്വന്തം വീടല്ലെങ്കിലും നമ്മൾ ഒരു ദിവസത്തേക്കെങ്കിലും വാടകയ്ക്കെടുത്ത ആ വീട്ടിലേക്ക് ഞങ്ങളങ്ങനെ രാത്രിയിൽ ഗൃഹപ്രവേശം ചെയ്തു.
ഫ്രഷായി. റൂം എന്ന് പറയേണ്ട ഒരു വീടാണ്, 3 ബെഡ്റൂമുള്ള ഒരു വീടാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡ് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അടുക്കള, ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സെറ്റപ്പൊക്കെ ആയിട്ട് വന്നാൽ എല്ലാം ഓക്കെയാണ്. എങ്കിലും ഞങ്ങൾ എത്താൻ വൈകി എന്നതുകൊണ്ട് ഞങ്ങൾ സാധനങ്ങളൊന്നും കരുതിയില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ലുലുവിലൊക്കെ പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് തന്നെ വേണ്ടി വരും. നല്ലൊരു ചായ കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. എല്ലാവരും ഫ്രഷായി. ഒരു എക്സ്ട്രാ ബെഡ് അങ്ങനെ ആ സൗകര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായ റൂമാണ്. AC ഉള്ള 3 റൂമാണ് ഈ ഒരു വീട്ടിലുള്ളത്. അപ്പോൾ വീടിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ ചോദിച്ചാൽ പിന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ പോയിട്ട് അടുത്ത ദിവസം നാളെ വരാം. അപ്പോൾ വീടെടുക്കുക എന്നുള്ളൊരു പ്ലാൻ വന്നപ്പോഴാണ് നമ്മുടെ എന്താ പറയുക, ജിത്തുവിൻ്റെ കസിൻ, അതായത് ചേച്ചിയുടെ മകൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അവൻ കുറച്ച് ബുദ്ധിമുട്ടി. നമുക്ക് അവൻ ഇവിടെയാണ് താമസിക്കുന്നതൊക്കെ. അപ്പം പഠനവുമായി ബന്ധപ്പെട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ അതനുസരിച്ചാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സമയം 12 മണി കഴിഞ്ഞു. ഫ്രഷ് ആയൊക്കെ ചെയ്താൽ പിന്നെ കിടന്നുറങ്ങുക, അത്ര മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഭംഗിയുള്ള റൂമൊക്കെയാണ് കേട്ടോ. ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെയല്ല കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് പുറമേ ആയിപ്പോയി. അങ്ങനെ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഇനി നാളെ നമുക്ക് കാണാം. അതുവരെയ്ക്കും ബൈ. അങ്ങനെ ഞങ്ങളുടെ യാത്ര 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കൂടെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ വൈക്കം ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. നമ്മൾ വൈക്കത്തെത്തിയിരിക്കുന്നു. വലിയ ആൾത്തിരക്കൊന്നുമില്ലാതെ തന്നെ ഞങ്ങൾ ആ അമ്പലത്തിലെത്തിയെങ്കിൽ കൂടി അമ്പലത്തിൽ അന്ന് വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമൊക്കെ സൂപ്പറായിട്ട് ലഭിച്ചെങ്കിലും അതിലൂടെ പ്രദക്ഷിണം ചെയ്യുക എന്നുള്ള സംഭവത്തിന് കുറച്ച് പ്രയാസമായിരുന്നു. കാരണം മണൽ എല്ലാം ചുട്ടുപഴുത്തിരിക്കുകയായിരുന്നു കേട്ടോ. നിലത്ത് തൊടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ നേരത്തെ അമ്പലത്തിൽ പോകുന്നവർ, വൈക്കത്തൊക്കെ പോകുന്നവരാണെങ്കിൽ നേരത്തെ നമുക്ക് ഈ ചുറ്റി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പോകാൻ, ഈ വെയിലിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിട്ട് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നന്നായിട്ട് വെയിൽ അറിയതിനു ശേഷം പോകാൻ ശ്രദ്ധിക്കണം. ചൂടുണ്ടോ? ഇതൊക്കെ എന്ത് അപ്പോൾ നമ്മൾ വൈക്കം ക്ഷേത്രത്തിലാണ് രാവിലെ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ വന്നിട്ടുള്ളത്. അതിൻ്റെ മുന്നേ തന്നെ ചോറ്റാനിക്കര പോയിട്ടാണ് നമ്മൾ വൈക്കം അമ്പലത്തിൽ വന്നിരിക്കുന്നത്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊരു അമ്പലങ്ങളിൽ എത്തിപ്പെടുന്നൊന്നും വിചാരിച്ചിട്ടില്ല. വൈക്കം അമ്പലം മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യമെങ്കിലും എല്ലാ ഗുരുവായൂർ, അതുപോലെ തന്നെ ചോറ്റാനിക്കര, പിന്നെ ഇവിടെയും വരാൻ സാധിച്ചു. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യം ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മുടെ ഈ വൈക്കം അമ്പലത്തെ മണ്ണെന്ന് പറയുന്നത് പൂഴിയാണ്. പ്രദക്ഷിണം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചൂടായതുകൊണ്ട് കേട്ടോ. എങ്കിലും ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ ചുറ്റി ഉള്ളിൽ തൊഴുതു ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടേതായ ആചാരങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി കുറച്ച് സ്ഥലങ്ങൾ കൂടി പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ കാണാം. ബൈ. വൈക്കം ക്ഷേത്രത്തിൽ നമ്മുടെ ശ്യാമേട്ടൻ്റെ സുഹൃത്തായ മനോഹരൻ സർ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊപ്പം പിന്നീട് അവിടെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പോയി. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളെ കൊണ്ടെത്തിച്ചതെന്ന് പറയാം. എവിടെയാണ്? ഒരു മനുഷ്യനിർമ്മിത ബീച്ചിലേക്കാണ്. ബീച്ച് സ്വന്തമായിട്ടില്ലാത്ത കോട്ടയത്തുകാർക്ക് അഭിമാനിക്കാൻ അവർ സ്വന്തമായി ഉണ്ടാക്കി വെച്ച ഒരു ബീച്ചെന്ന് പറയാം. അതിൻ്റെ മനോഹരമായ കാഴ്ചകളെല്ലാം ഞങ്ങൾ കണ്ടതിന് ശേഷം
മനോഹരൻ സാറിൻ്റെ വീട്ടിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. അതിനുശേഷം അവിടെ കുറച്ച് നേരമൊക്കെ ചിലവഴിച്ചു. അവിടെ അവർ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുക എന്നുള്ള പ്ലാനായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ മറൈൻ ബീച്ചിലൊന്ന് കയറി അവിടെ വെച്ച് നമ്മുടെ ജിത്തുവിൻ്റെ കസിൻ മിച്ചുവിനെ മീറ്റ് ചെയ്തു. അതിനുശേഷം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈക്കം കായലോരം മൈതാനത്താണ് കേട്ടോ. ഇത് മൈതാനമാണോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇത് മൈതാനമല്ല. പക്ഷേ ഇതൊരു കായലായിരുന്നു. ഈ കായലിനെ മൈതാനമാക്കിയ ഒരു ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗം അടക്കം കായലായിരുന്നു. ഈ കായലിനെ പിന്നീട് മൈതാനമാക്കി മാറ്റി. മൈതാനമല്ല, പക്ഷേ കലാരൂപങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് വൈകിട്ട് നമ്മുടെ വൈക്കംകാർക്ക് വന്നിരിക്കാനും ആസ്വദിക്കാനും സംസാരിക്കാനുമുള്ള ഒരിടമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ശില്പങ്ങളൊക്കെ സിമൻറ്റിൽ തീർത്തതാണ്. ഇവിടെ നമ്മുടെ കക്ക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കറുത്ത നിറത്തിലുള്ള കക്കയെ നമുക്കറിയാം. പക്ഷെ കുമ്മായൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ള നിറത്തിലുള്ള കക്ക വേണമല്ലോ. അങ്ങനെ വെള്ള നിറത്തിലുള്ള കക്ക ഉണ്ടാവണമെങ്കിൽ കുറേ കാലം വെള്ളത്തിൽ കിടന്ന ആ കക്കയെയാണ് വാരിയെടുക്കാറുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ വാരിയെടുത്തിട്ട് അതിൽ പൂഴിയും ഈ കക്കയും പെടുമല്ലോ. അപ്പോൾ ആ പൂഴിയെ എന്ത് ചെയ്തു? മാറ്റി ഈ ഭാഗത്തേക്കാണ് മാറ്റി നിർത്തിയത്. അങ്ങനെ വെള്ളമെല്ലാം താഴ്ന്നു പോവുകയും ഇവിടെ പൂഴി നിരന്ന് കഴിയുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് തോന്നിയ ഒരാശയമാണ് ഈ പൂഴി നിരന്ന ഭാഗത്തിനെ കുറച്ചുകൂടി ചോദിച്ച് നമ്മുടെ ഗവൺമെൻറ് തരത്തിലുള്ള അംഗീകാരമൊക്കെ ലഭിച്ചുകൊണ്ട് ഒരു പാർക്കാക്കി മാറ്റാം എന്നുള്ളത്. അങ്ങനെ അവർ ഇതിനെ ഒരു പാർക്കാക്കി മാറ്റി. ഇപ്പോൾ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പുതിയ ആകാശവും പുതിയ കാഴ്ചയും പുതിയ സ്വപ്നങ്ങളും വിതയ്ക്കുന്ന വൈക്കത്തിൻ്റെ കായൽ മണ്ണിൽ പ്രതീക്ഷകളുടെ വരും കാലത്തേക്കായി കേരളപ്പിറവിയുടെ 50ാം വാർഷിക സ്മാരകം. അതാണ് കേട്ടോ ആ കാണുന്നത്. അങ്ങനെ അത്യാവശ്യം ഇരിക്കാൻ പാകത്തിൽ വിശ്രമിക്കാൻ പാകത്തിൽ ചെയ്തു വെച്ച ഒരു കായലോരം എന്ന് പറയാം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുറച്ച് നേരം യാത്ര ചെയ്താൽ, അതായത് ഇവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് ആ പോകുന്ന ബോട്ടുണ്ടല്ലോ അതിലങ്ങ് പോയി കഴിഞ്ഞാൽ അത് ജങ്കാറാണ് കേട്ടോ. ബോട്ടല്ല, ജങ്കാറാണ്. ഞങ്ങൾ വരുമ്പോൾ കണ്ടു വാഹനങ്ങളൊക്കെ കയറ്റി പോകുന്ന ജങ്കാറാണ്. കാരണം അപ്പുറത്തെ സൈഡിലുള്ളത് ആലപ്പുഴയാണ് കേട്ടോ. അപ്പോൾ ഈ ആലപ്പുഴയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ ജങ്കാറിൽ കയറിയും പോകാം. അതുപോലെ ബോട്ട് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലും പോകാൻ പറ്റും. നമ്മൾ എന്തായാലും ഈ വെയിലായതുകൊണ്ട് അതിന് നിന്നിട്ടില്ല. അപ്പോൾ അപ്പുറം ആലപ്പുഴയും ഇപ്പുറം കോട്ടയവുമാണ്. അതിൻ്റെ നടുവിലുള്ള അതിനോട് ചേർന്നുള്ള 2 ജില്ലകളുടെ ഇടയിലായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നതും സംസാരിക്കുന്നതും. അപ്പോൾ ഈ ഒരു കാഴ്ച ഇതിൽ വരുന്ന ആരും മിസ്സാക്കരുത്. വൈക്കം വരുന്നവർക്കെല്ലാവർക്കും ഇവിടെ സ്വാഗതം. ഈ മനോഹര തീരത്ത് ഇനിയും തരുമോ ജീവിതം എന്ന് ചോദിച്ചത് ഏത് പാട്ടാ? തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് ചോദിച്ചത് ഇവിടെ ഇരുന്നപ്പോഴാണ്. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ചൂട് വന്നിട്ട് കണ്ണി വന്നിരിക്കുന്നു. താമസിപ്പിക്കുക. 3 ദിവസം താമസിച്ചിട്ടും പാട്ടൊന്നും വരുന്നില്ല. പാട്ട് സംവിധായകനും നിർമ്മാതാവും വന്ന് വൈകുന്നേരം വന്ന് ഒക്കെ നോക്കി വർത്തമാനമൊക്കെ പറഞ്ഞ് പോയിട്ടും പാട്ടില്ല. ഞാൻ ഒരു ദിവസം ചീത്തയൊക്കെ പറഞ്ഞ് രാത്രിയിൽ പിരിഞ്ഞു പോയി. ആര്? ഈ നിർമ്മാതാവും സംവിധായകനും പോയി. പിറ്റേ ദിവസം രാവിലെ വന്നപ്പം ഇതേ കിടക്കണോടാ നിൻ്റെ സാധനം, നീ വായിച്ചു നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഏത് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. അത്രയ്ക്ക് ഉള്ളിൽ തട്ടി പാടിയതാണത്. ചാർത്തി ഞങ്ങൾ പണ്ട് കണ്ണൂർ താമസിക്കുമ്പം വലിയ കവിതക്കാരായിരുന്നു. എന്നും രാത്രി കവിതയുണ്ട്. അത് ഞാൻ പറയാൻ വന്നു. തീല വെട്ടുന്നു 8 ലോറി പോകുന്നു. 8 ലോറി ഒരു ജങ്കാറില് കുഞ്ഞു വണ്ടികളൊക്കെ.
ജാതിയ ബാക്ക്ഗ്രൗണ്ട്. സാധനം ഇല്ലേ മറൈൻ ഡ്രൈവാണ് ഗൈസ്. അമ്മായിൻ്റെ കൂടെ അമ്മായി ഞങ്ങളെ കൂടെ അതല്ല ഇപ്പം കയറിയല്ല അത് പോയിക്കോളും. ബോട്ടുകളെ ഒരുമിച്ച് കാണുക എന്നാൽ വളരെ അപൂർവമായ ഇതുമഴ പെയ്ത് ഒരുങ്ങിയും പറ്റില്ല. ഞങ്ങളങ്ങനെ മിച്ചുവിനെയും കാത്ത് കുറച്ച് അധികം നേരം കൂടി അവിടെ ചിലവഴിച്ചു. മറൈൻ ഡ്രൈവിൽ കാഴ്ചകളൊക്കെ കണ്ട് കുറേ കപ്പലുകൾ, ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതൊക്കെ കണ്ടുകൊണ്ടേയിരുന്നു. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം അവൻ വന്നു. കുറച്ച് നേരമൊക്കെ സംസാരിച്ചു അവനോട്.
പിന്നീട് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങോട്ട് ഇരുന്നാ മതില്ലേ, എല്ലാവരും കിട്ടും. അങ്ങനെ എറണാകുളത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളുടെ യാത്ര തുടരുകയാണ് നാട്ടിലോട്ട്. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് പിടിക്കാനുള്ള പ്ലാനിലാണ്. പക്ഷേ മെട്രോ സ്റ്റേഷൻ്റെ താഴെ നിന്ന് പോലും ഞങ്ങൾ കടന്ന് കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി കുറേ സമയം നമുക്ക് യാത്ര വേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ വിശപ്പ് സമ്മതിക്കാത്തതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കേണ്ടി വന്നു. നമ്മളുടെ നാട് പിടിച്ച് ഭക്ഷണം കഴിക്കാമെന്നുള്ള ആ ഒരു ചിന്ത ഞങ്ങൾ മാറ്റി ഇവിടുന്ന് ആദ്യത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇനി ഇടയിൽ വീണ്ടും ഇറങ്ങേണ്ടി വരും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ യാത്ര തുടങ്ങുന്നു കോഴിക്കോട്ടേക്ക്, നമ്മുടെ നാട്ടിലേക്ക്. ഓക്കെ, ബൈ. അങ്ങനെ അവസാനം ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം പെരയിൽ എത്തിയിരിക്കുന്നു. ഇനി അടുത്ത വിശേഷങ്ങളുമായി പിന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.